A3R വേൾഡിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നതൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വന്തമായിട്ടുള്ള ഷോപ്പാണോ അതോ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് റീസെല്ലിംഗ് ആണ്, വേറൊരു കമ്പനിയാണ്. ഇതൊരു കമ്പനിയിൽ നിന്ന് അവരെനിക്ക്, ഞാൻ മീഡിയേറ്ററായിട്ട് മാത്രം നിൽക്കുകയാണ്. അവരെനിക്ക് അതിൻ്റെ പിക്ചേഴ്സ് അയച്ചു തരും, അതിൻ്റെ റേറ്റും കാര്യങ്ങളും സൈസും ഒക്കെ അയച്ചു തന്നതിന് ശേഷം ഞാനതൊരു യൂട്യൂബിലോ വാട്സപ്പിലോ ഒക്കെ അതിൻ്റെ സ്റ്റാറ്റസും ഷോർട്സൊക്കെ ഇട്ടതിന് ശേഷം അത് വേണ്ടവർ എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ അവരെ കൊണ്ട് റീസെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് സാധനം എത്തിച്ചു കൊടുക്കുന്നത്, ഡ്രസ്സുകൾ എത്തിച്ചു കൊടുക്കുന്നത്. അത് ഇപ്പം വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എന്താണ് നമ്മൾ ഇപ്പം എൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു മാനുഫാക്ചർ കമ്പനി ആണെങ്കിൽ, ഞാൻ തന്നെ അത് ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും അത് സക്സസ് ആവുമായിരുന്നു കുറച്ചും കൂടി. പക്ഷേ ഇത് മീഡിയേറ്ററായി നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് അത്ര ശരിയായി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തൽക്കാലത്തേക്ക് അത് ആ ഒരു ഇതുമായിട്ടുള്ള സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒന്നുമല്ല, ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഷോർട്സ് അവരുമായിട്ടുള്ള കൊണ്ടിട്ട് ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ എനിക്കത് യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് എനിക്ക് അതിൽ നിന്നൊന്നും വരുന്നില്ല. അപ്പം പിന്നെ ഞാൻ ആ ഷോർട്സിൽ നിങ്ങളുള്ളത് എനിക്ക് കണ്ട് അതിലുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് സൈസും ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് തിരിച്ച് എത്തിച്ചു തരാം. അല്ലാതെ ഇനിയിപ്പം ഞാനത് തുടർന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും വരുവാണെങ്കിൽ അതുമായിട്ട് സഹകരിച്ച് പോകും. അല്ലെങ്കിൽ നോക്കി അല്ലെങ്കിൽ ശരിയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പുതിയത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി ഭാവിയിലേക്ക് നോക്കാനുള്ളത്. ഈ ഒരു ചാനലിൽ നിന്ന് വേണം എല്ലാം എനിക്ക് എത്തിപ്പെടാനും എനിക്ക് എല്ലാം റെഡിയാവാനും ഒക്കെ ഈ ചാനലിൽ നിന്ന് തന്നെ വേണം. ഞാൻ ചാനൽ തുടങ്ങി തന്നെ ഇതിൽ നിന്ന് റീസെല്ലിങ് ഈ ചാനലിലൂടെ നടത്താമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് സക്സസ് ആയില്ല. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എനിക്ക് സ്വന്തമായി ഷോപ്പുണ്ടോ എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാമെന്ന് കരുതി. ഇനിയിപ്പം ഞാനതിൻ്റെ പിക്ചേഴ്സ് ഇടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ അവർ റീസെല്ലിംഗ് ആണെന്ന് പറഞ്ഞു, ഇനി ഷോപ്പിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇട്ടു, പിക്ചർ ഇട്ടു, അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടു, ഇപ്പോൾ അതൊന്നും കാണുന്നില്ലല്ലോ, ഇപ്പോൾ ഒന്നും ചോദിക്കുമല്ലോ. അപ്പോൾ അത് സക്സസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഡിലേ വരുത്തി ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഞാനിപ്പോൾ അങ്ങനെ ഷോർട്സ് ഒന്നും ഇടുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങളും കൊണ്ടായിരിക്കും ഞാൻ കുറച്ച് വരിക. അതായത് അത് ആയെങ്കിൽ അതുമായിട്ട് വരും, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളും എൻ്റെ കുറച്ച് എൻ്റെ വീടും എൻ്റെ കുടുംബവും മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും ഞാൻ വീണ്ടും എൻ്റെ ചാനലിൽ വരിക. അപ്പോൾ അതുമായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. വീണ്ടും അങ്ങനെ ഒരു വഴി എനിക്ക് തുറന്നു കിട്ടുകയാണെങ്കിൽ ഞാൻ അതുമായിട്ട് തന്നെ വരും, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളുമായിട്ടായിരിക്കും ഞാൻ വരിക. അപ്പോൾ വേറെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പേർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, എന്താ ചെയ്യുന്ന നിങ്ങൾ, പിന്നെ A3-ന് ഇനി പിന്നെ ഷോപ്പുണ്ടോ? അപ്പോൾ ചിലരെന്താണെന്നറിയാം, നമ്മളോട് വിളിച്ച് ചോദിക്കും ഡ്രസ്സുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളുണ്ടെന്ന് പറയും, അവരെടുത്ത് വെക്കും. അപ്പോൾ എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഇവർ വിളിക്കില്ല. അപ്പോൾ പൈസ റേറ്റ് ചോദിച്ച് കഴിയുമ്പോൾ റേറ്റ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേണം. പക്ഷേ പിന്നെ അവർക്ക് ഒരു റീസെല്ലിങ് ആയതുകൊണ്ട് അവർക്കൊരു മടി. അപ്പം അതെങ്ങനെയാണുള്ളതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടുള്ളൊരു പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് അത് സക്സസ് ആയി പോകാത്തത്. അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി എൻ്റെ കാര്യങ്ങളുമായിട്ടായിരിക്കും ഞാൻ കൂടുതലും വരുന്നത് കേട്ടോ. കുറച്ചും കൂടി കുറച്ച് ശരിയാകുന്നത് വരെ ഇനി പുതിയതായിട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ആലോചിച്ചിട്ടില്ല. അതുവരെ ഞാൻ എൻ്റെ
കാര്യങ്ങളും കൊണ്ടായിരിക്കും കൂടുതൽ എൻ്റെ കാര്യങ്ങളായിരിക്കും എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം കൊണ്ട് വേണം ഇനിയുള്ള മുന്നോട്ടുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ഒരുപാട് പ്രതീക്ഷ കൊണ്ട് തുടങ്ങിയ ചാനലായിരുന്നു. അപ്പോൾ അതിവിടം വരെ എത്തി. ഇങ്ങനെയായിപ്പോൾ നിൽക്കുകയാണ്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തി കൊണ്ടുവരണം. അപ്പം ഒരുപാട് നന്ദി. ഇത്രയും എന്നെ 1K ആക്കി തന്നിട്ടുണ്ട് എൻ്റെ ചാനൽ. അതിനെല്ലാവരോടും ഒരുപാട് നന്ദി വീണ്ടും അറിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. ഓക്കെ, ബൈ.